ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് കുറച്ച് പിറന്നാൾ വിശേഷങ്ങൾ കണ്ടാലോ. നമ്മളിപ്പോൾ ഉള്ളത് ബാലുശ്ശേരിയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ചേച്ചിയുടെ വീട്ടിലേക്കാണ് വന്നത്. ഇവിടെ കുഞ്ഞാറ്റയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും അമ്മയും പിന്നെ എൻ്റെ മക്കളും ആര്യയും ഇക്കുവും കൂടി എല്ലാവരും കൂടിയായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ അത് അവർ പ്രതീക്ഷിക്കുന്നില്ല, ഏച്ചി പ്രതീക്ഷിച്ചിട്ടുണ്ട്, അല്ലാണ്ട് മക്കളൊന്നും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഞങ്ങൾ വരുന്നത്. അവരൊക്കെ അതിൻ്റെ ഒരു അത്ഭുതത്തിലാണ്. പിന്നെ ഇതാ ഇവരൊക്കെ കണ്ട് കെട്ടിപ്പിടിക്കലും എല്ലാം ആണ്. കുറച്ചു നേരം കഴിഞ്ഞാൽ ഈ സ്നേഹമൊന്നും ഉണ്ടാവില്ല, പിന്നെ അടി പൂരായിരിക്കും കേട്ടോ. അപ്പോൾ അതാ ദിയ വാങ്ങിക്കൊടുത്ത കുറേ ഗിഫ്റ്റും കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതാ നമ്മുടെ ലിയോ കുട്ടനാണ് കേട്ടോ ഇത്. അപ്പോൾ ലിയോനെ ഞാൻ ഫസ്റ്റാണ് കാണുന്നത്. ആര്യയുടെ വീടിൻ്റെ അടുത്തു നിന്നാണ് ലിയോനെ ഇവിടേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ട് ആര്യയ്ക്ക് അവനുമായിട്ട് ഭയങ്കര ബോണ്ടാണ് കേട്ടോ. അവിടെയാണ് അവരാദ്യം ഇവിടേക്ക് കൊണ്ടുവന്നേരം ഇവരുമായിട്ട് വേഗം മിങ്കിളായി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഇടയിൽ ഇതാ കുഞ്ഞാറ്റ ഗിഫ്റ്റൊക്കെ നോക്കുകയാണ്. അമ്മമ്മയുടെ ഗിഫ്റ്റാണ്, വാച്ചാണ് കേട്ടോ. അപ്പം അവർ ഗിഫ്റ്റൊക്കെ നോക്കട്ടെ. പിന്നെ ഇതാ ഇത് കണ്ടോ, ഇതൊക്കെ കുഞ്ഞാറ്റ ഉണ്ടാക്കിയാണ്. അവൾക്ക് ക്രാഫ്റ്റൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ ഫ്രെയിമൊക്കെ കാണാൻ നല്ല ഭംഗിയില്ല. അവൾ അങ്ങനത്തെ കുറേ അവിടെ ഓരോ ഐറ്റംസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഗിഫ്റ്റുകളൊക്കെ നോക്കിക്കൊണ്ടിരിക്കട്ടെ. അപ്പം ഞാനൊരു കാര്യം പറഞ്ഞുതരാം. അവിടെ നല്ലോണം മാങ്ങ കിട്ടുന്നൊരു ഏരിയ ആണ്. അപ്പോൾ അവൾ അവിടെ മാങ്ങാത്തേര ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ മുന്നേ ഞാൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, മാങ്ങാത്തേരേൻ്റെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ 2-3 പാത്രത്തിൽ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. അപ്പം മാങ്ങേൻ്റെ പൾപ്പ് വെച്ചിട്ടാണ് ഈ മാങ്ങാത്തേര ഉണ്ടാക്കുക. പക്ഷേ വെയിൽ ഈ സമയത്ത് ഇപ്പോൾ 2 ദിവസമായിട്ട് മഴയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഉണങ്ങി കിട്ടിയിട്ടില്ല. അപ്പോൾ 2 ചീത്തയായി പോയി എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പാത്രത്തിലാണ് ഇപ്പോൾ നമുക്ക് മാങ്ങാത്തേരേൻ്റെ കിട്ടിയിട്ടുള്ളത്. അത് നമുക്ക് ഞാൻ വീഡിയോയിൽ കൂടെ കാണിച്ച് തരുന്നുണ്ട് കേട്ടോ, നമ്മൾ കഴിക്കുന്നതൊക്കെ. അതാ ഇവിടുന്ന് അൺബോക്സിംഗ് ഒക്കെ കഴിയാൻ ഏറെക്കുറെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടെ ആര്യ കൊടുത്തിട്ടുള്ള ഗിഫ്റ്റാണ് കേട്ടോ. അപ്പം ആര്യ ഗിഫ്റ്റിൻ്റെ ഉള്ളിൽ വേറൊരു കവറും കൂടിയാണെന്നാണ് അവൾ പറയുന്നത്. അപ്പോൾ ഒരു ബനിയനും പിന്നെ അവൾക്ക് ഇഷ്ടപ്പെടുന്ന കുറേ ഐറ്റംസുമാണ് അവൾ കൊടുത്തിട്ടുള്ളത്. അതൊക്കെ കണ്ട് അവൾ ഷോക്കായിട്ട് നിൽക്കുകയാണ്. പിന്നെ കുഞ്ഞാറ്റൻ്റെ വേറെ 2 ഫ്രണ്ട്സ് കൂടി വന്നിട്ടുണ്ട്. അവളുടെ ബെസ്റ്റ് ഫ്രണ്ട്സാണ്. അവർ അവിടേക്കും ഇവിടേക്കൊക്കെ ബർത്ത്ഡേക്കൊക്കെ പോകുന്നതാണ് കേട്ടോ. ഇതൊക്കെ കാണാൻ നല്ല ക്യൂട്ടായിട്ടില്ലേ. അപ്പം അതൊക്കെയാണ് ഇവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതാ നമുക്ക് മാംഗോ ജ്യൂസ് കുടിക്കാനായിട്ടുണ്ട്. ഇപ്പം മാങ്ങാക്കാലായത് കൊണ്ട് എവിടെ പോയാലും മാങ്ങാ ജ്യൂസാണ് ഉണ്ടാവുക അല്ലേ. അപ്പം ഞങ്ങൾ അതിൻ്റെ ഇടയിൽ കേക്ക് വാങ്ങാൻ പോയി, ഞാനും ബിബീഷേട്ടനും കൂടി. അപ്പം കേക്കും പിന്നെ 16ാമത്തെ ബർത്ത്ഡേൻ്റെ സംഭവങ്ങളും എല്ലാം വാങ്ങി. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ മാങ്ങാത്തര. ഇതിൽ 3/4 ഭാഗവും കഴിച്ചത് ഞാൻ തന്നെയാണ്. ഇവർ കുറച്ചേ കഴിച്ചിട്ടുള്ളൂ. ഇതെനിക്ക് എന്താണെന്നറിയില്ല, ഇതിൽ നമ്മൾ മധുരമൊന്നും ഇടുന്നില്ല കേട്ടോ. അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമായി. ഇനി എൻ്റെ ആട്ടമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ മൾബറി ഉണ്ട്. അപ്പം മൾബറിയൊക്കെ കഴിച്ചു. പിന്നെ ഊണ് കാലമായിട്ടുണ്ട്. അപ്പോൾ ഊണ് കാലത്തിനിടയിൽ ഞാൻ ഇവിടെ വന്നൊരു വീഡിയോ എടുത്താണ്. കുറച്ച് ആൾക്കാർ പറയുന്നുണ്ട് വീഡിയോ എടുക്കല്ലേ. കുറേ ആൾക്കാർ പറയുന്നുണ്ട് വീഡിയോ എടുത്തോളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളൊക്കെ ഫുഡ് കഴിക്കുകയാണ്. നല്ല ഫുഡായിരുന്നു. പായസമൊക്കെ നമ്മൾ ആദ്യം കുടിച്ചു കേട്ടോ. നെക്സ്റ്റ് വരുന്നത് നമ്മൾ കേക്ക് കട്ടിംഗ് ആണ്. എല്ലാവരും ആകാംക്ഷയിലായിരുന്ന കേക്ക് കട്ടിങ്ങിലാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം മക്കൾക്കൊക്കെ ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമാണ് എന്ത്, ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ മനസ്സിലൊക്കെ വരുന്നൊരു സാധനമാണ് കേക്ക്. അപ്പോൾ നമ്മൾ എല്ലാവരും അച്ചച്ചനാണ് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞ അവളുടെ ഫ്രണ്ട്സ്. അപ്പം നമ്മളടുത്ത് കുഞ്ഞാറ്റൻ്റെ 16ാമത്തെ ബർത്ത്ഡേ ആണ്. അതെന്തായാലും ഉഷാറായിട്ട് പൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങളുടെയൊക്കെ പിറന്നാൾ നിങ്ങളിങ്ങനെ ആഘോഷിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊക്കെ അല്ലേ നമ്മളുടെ ഒരു സുഖം എന്ന് പറയുന്നത്, നമ്മളെ സന്തോഷം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും അവിടേക്കും ഇവിടേക്കൊക്കെ ഓരോ പീസ് കേക്ക് കൊടുത്തുകൊണ്ടാണ് നമ്മൾ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞിരിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ വീട്ടിലേക്ക് വിടാനുള്ള സമയമായിട്ട് നമ്മൾ രാവിലെ വന്നതാണ്. അപ്പോൾ നമ്മൾ കേക്ക് ഒക്കെ കഴിച്ച് പോവുകയാണ്.